എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബേസിക്കലി ഒരു കോളേജ് അധ്യാപികയാണ്. കുട്ടികളുമായി എല്ലാ ദിവസവും ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരോട് കുറച്ചുകൂടെ ക്ലോസായ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ എൻ്റെ പഴയ സ്റ്റുഡൻസും ഇപ്പോഴുള്ളവരും കൂടാതെ തന്നെ പണ്ട് ഞാൻ പഠിപ്പിച്ച് പാസ് ഔട്ടായി പോയ കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അതുപോലെ ഒരു ഫോൺ കോളിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റ് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേ വിഷസായിട്ടും ടീച്ചേഴ്സ് ഡേ വിഷസായിട്ടും ഒക്കെ ഇടയ്ക്ക് വിളിക്കുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്ന് ഒരു റാൻഡമായി അയാളുടെ കോള് കണ്ടു, സന്തോഷം തോന്നി. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ അവൾ വളരെ ഡിസ്റ്റർബ്ഡായിട്ട്, അവൾക്ക് എന്തോ പറയാനുള്ളത് പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചു, എന്താണ് കുറേ കാലമായല്ലോ വിളിച്ചിട്ട്, ഇപ്പോൾ പെട്ടെന്ന് എന്താണ് വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മിസ്സിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാൻ തോന്നി, അതുകൊണ്ട് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു, പറയൂ. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് അവളുടെ ഒരു ക്യാമ്പസ് അഫെയറിനെ കുറിച്ചും അതിൻ്റെ ബ്രേക്കപ്പിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു കഥകൾ അവളെന്നോട് പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അവസാനം ആ കുട്ടി എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ വളരെ റെലവൻ്റാണ്. ഈ ബ്രേക്കപ്പിന് ശേഷം ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു സെൽഫ് ഡൗട്ടും ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസും ഒക്കെയാണ് എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, മിസ്സേ, എന്നെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യാൻ മാത്രം ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണോ എന്ന്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു ഉത്തരം ഇതാണ്, മറ്റൊരാൾ നമ്മളെ അവരുടെ ലൈഫിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് നമ്മൾ മോശമായതുകൊണ്ടോ ഈവൻ അവർ മോശമായതുകൊണ്ടോ അല്ല, അവർക്ക് നമ്മൾ സ്യൂട്ടബിൾ അല്ലാത്തത് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വാല്യൂ ഇല്ല എന്ന് തോന്നുന്ന ഒരിടത്ത് പിന്നെയും കടിച്ചു തൂങ്ങി നിൽക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് സെൽഫ് എസ്റ്റീമാണ്. ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാനുള്ള അതേ സ്വാതന്ത്ര്യം അതിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ഉണ്ടാകണം, അതിനുള്ള ആർജവവും ഉണ്ടാകണം. ഇതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു കേസിൽ. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതേ അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില കേസസിൽ നിങ്ങളിതുപോലെ സിമിലറായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.